ഇനി ഓക്സിറ്റോസിൻ അതേപോലെ വാസോപ്രസിൻ ഈ രണ്ട് ഹോർമോണുകളും പിന്നെ ഹൈപ്പോതലാമസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ വാസോപ്രസിന് പറയുന്ന മറ്റൊരു പേരാണ് ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്ന് പറയുന്നത്. ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ ADH. അപ്പോൾ ഈ ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിലാണ് എത്തിച്ചേരുന്നത്. ആവശ്യമുള്ളപ്പോൾ അത് എന്ത് ചെയ്യുന്നു, രക്തത്തിലേക്ക് കലരും. അവിടെ നിന്നും അത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോർമോണുകൾ. ഇനി എന്താണ് ഈ ഹോർമോണുകളുടെ ധർമ്മം? അതിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഭിത്തിയിലുള്ള മിനുസപേശികളുടെ സങ്കോചഫലമായി പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുന്നു. പാൽ ചുരത്തുന്നു. അപ്പോൾ ഗർഭാശയ ഭിത്തി സങ്കോചിപ്പിച്ച് പ്രസവം എളുപ്പമാക്കാനും അതേപോലെ പാൽ ചുരത്താനുമാണ് സഹായിക്കുന്നത്. വാസോപ്രസിൻ ചെയ്യുന്നത് എന്താണ്? വൃക്കകളിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിനാണ് സഹായിക്കുന്നത്. വൃക്കകളിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഓക്സിറ്റോസിൻ ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ. ഗർഭാശയ ഭിത്തിയുടെ മിനുസപേശികളുടെ സങ്കോചഫലമായി പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ, പാല് ഉൽപ്പാദിപ്പിക്കാൻ, ഉൽപ്പാദനമല്ല ചുരത്താനായിട്ട് സഹായിക്കുന്നു. മുലയൂട്ടലിന് സഹായിക്കാൻ ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ, മുലയൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പാലുണ്ടാക്കുന്ന ഹോർമോണാണ് ഇത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞു അല്ലേ. പ്രൊഡ്യൂസേഴ്സ് ദ മിൽക്ക് എന്ന് പറഞ്ഞു പ്രൊലാക്റ്റിൻ. അപ്പോൾ പ്രൊലാക്റ്റിൻ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഓക്സിറ്റോസിൻ പാല് ഇജക്റ്റ് ചെയ്യുന്നു, പാല് ചുരത്തുന്നു. ഇനി വാസോപ്രസിൻ ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നീസ്. വൃക്കകളിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസുണ്ട്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് നമ്മൾ മുന്നേ ഡയബറ്റീസ് മെലിറ്റസ് അല്ലെ, ഡയബറ്റീസ് എന്ന് പഠിച്ചില്ല. ഡയബറ്റീസ് മെലിറ്റസ്, ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്? അപ്പോൾ when the production of vasopressin decreases, the reabsorption of water in the kidney is decreased and excess amount of urine is eliminated. This condition is known as diabetes insipidus. അതായത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വൃക്കകളിൽ നിന്നുമുള്ള ജലത്തിൻ്റെ പുനരാകിരണം നഷ്ടപ്പെടും. അപ്പോൾ ധാരാളം ജലം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇതിൻ്റെ സിംറ്റംസ് അമിതമായ ദാഹം, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഇടയ്ക്കിടെയുള്ള മൂത്രവിസർജനം, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്നിവയാണ് ഇതിൻ്റെ സിംറ്റം. നമ്മുടെ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ സിംറ്റവും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് അല്ലേ. ഇടയ്ക്കിടെയുള്ള മൂത്രവിസർജനവും അതേപോലെ അമിതമായ ദാഹമൊക്കെയാണ്. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസിലെ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റീസ് മെലിറ്റസ്. ഇവിടെ ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നമ്മുടെ ബോഡിയിൽ നിന്നും ജലമാണ് നഷ്ടപ്പെടുന്നത്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. രണ്ടും നഷ്ടം തന്നെയാണ്. ഒന്ന് ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്നു, ഒന്ന് ജലം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പഠിച്ചിട്ടുണ്ടാവില്ല, ഡയബറ്റീസ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൂ. ഡയബറ്റീസ് ഏട്ടാ, ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ജലം ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇത് പിന്നെ വാസോപ്രസിൻ അഥവാ ADHൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് വൃക്കകളിൽ നിന്നുമുള്ള റീഅബ്സോർപ്ഷൻ കുറയുന്നത്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ജലം ധാരാളം മൂത്രം വഴി നഷ്ടപ്പെടും. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണും കൂടിയാണ് ഇത് ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഈ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം ഈസ് ഹൈ ഇൻ സമ്മർ സീസൺ. വേനൽക്കാലങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ സെറ്റ് വഴി അല്ലേ, ഡ്യൂറിങ് വിച്ച് വാട്ടർ ലോസ് ഈസ് എക്സസീവ് ത്രൂ സ്വെറ്റ്, വിയർപ്പിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് വാസോപ്രസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും മോർ വാട്ടർ ഈസ് അബ്സോർബ്ഡ് ഇൻ ഫ്രം കിഡ്നീസ്, വൃക്കകളിൽ നിന്ന് ധാരാളം ജലം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വേനൽക്കാലങ്ങളിൽ കൂടുതലായിരിക്കും. കാരണം വിയർപ്പിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടുമ്പോൾ ആ ജലനഷ്ടം പരിഹരിക്കാനാണ് വാസോപ്രസിൻ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് വൃക്കകളിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നത്. അതേസമയം ഡ്യൂറിങ് വിൻ്റർ സീസൺ ഓർ റെയിനി സീസൺ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ് അല്ലേ. കാരണം എന്താണ്, നമുക്ക് എന്ത് കുറവായിരിക്കും, സ്വെറ്റ് കുറവാണ്. അപ്പോൾ വാട്ടർ ലോസ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ്
വാസോപ്രസിൻ ഡിക്രീസസ് ഡ്യൂറിങ് ദ വിൻ്റർ ഓർ റൈനി സീസൺ. അപ്പോൾ തണുപ്പ് കാലങ്ങളിൽ വാസോപ്രസിൻ ഉൽപ്പാദനം കുറവായിരിക്കും, കാരണം വിയർപ്പും കുറവാണ്. അപ്പോൾ കുറഞ്ഞ ജലം മാത്രം നമ്മുടെ ബോഡിയിലേക്ക് എത്തിയാൽ മതി. അതുകൊണ്ട് വാസോപ്രസിൻ ഉൽപ്പാദനം കുറച്ച് ജലം മാത്രം, അല്ലെങ്കിൽ മൂത്രം വഴി ജലം ഒരുപാട് പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല. വാസോപ്രസിൻ വേനൽക്കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു, വർഷക്കാലങ്ങളിൽ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ മൂത്രം കുറയും, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ മൂത്രം കൂടും.